രാഹുൽ സദാശിവൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത പ്രണവ് മോഹൻലാൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത 2025 പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ഹൊറർ മൂവിയാണ് ഡേയ്സിറേ എന്ന മലയാളം മൂവി. ഡേയ്സിറേ എന്ന പേര് ലാറ്റിൻ ഭാഷയിൽ നിന്നുമുള്ളതാണ്. അതിന്റെ അർത്ഥം ക്രോധത്തിന്റെ ദിനം എന്നാണ്. ഈ ചിത്രം സാധാരണ ഹോണ്ടഡ് ഹൗസ് സിനിമകളുമായി ചില സാമ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും അത് ഒരേ സമയം മിസ്റ്ററി ത്രില്ലർ സ്വഭാവമുള്ളതും കൂടിയാണ്. ഭയം, പാപം, പശ്ചാത്താപം, ആത്മാവിന്റെ മോചനയാത്ര എന്നിവയെല്ലാം ചേർത്തൊരുക്കിയ മനഃശാസ്ത്രപരമായ അതിക്രൂരമായ അനുഭവം കാഴ്ചവെക്കുന്ന ഒരു മൂവിയും കൂടിയാണിത്. ഒരു ഉയർന്ന ഇന്ത്യൻ അമേരിക്കൻ വാസ്തുശില്പിയുടെ മകനാണ് റോഹൻ ശങ്കർ. കൂടാതെ ഒരു പ്രസിദ്ധനായ ആർക്കിടെക്ട് ആണ് റോഹൻ. ഒരു ഹൈടെക് വില്ലയിൽ അവൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആരുമായും ഒരു സീരിയസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നില്ല റോഹന്റേത്. എല്ലാം ഒരു ടൈം പാസ് മാത്രമായി കാണുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ പെൺകുട്ടികളെയും ഒരേ വികാരത്തോടെയാണ് അവൻ കാണാറുള്ളത്. എന്നാൽ അവൻ പ്രണയിച്ചതിൽ കനി എന്ന നർത്തകിയായ പെൺകുട്ടി അവനെ സീരിയസ് ആയാണ് പ്രണയിച്ചിരുന്നത്. കാരണം അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ റോഹൻ ആണെങ്കിൽ ബാക്കി എല്ലാവരെയും കാണുന്നത് പോലെ തന്നെ ആയിരുന്നു ഇവളെയും കണ്ടിരുന്നത്. അവൻ അവളോട് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ കനിയെ അവൾ അറിയാതെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതൊരു ഭ്രാന്തമായ സ്നേഹമായിരുന്നു. കനിയെ കെട്ടിയില്ലെങ്കിലും അവളുടെ സാധനങ്ങളെല്ലാം തന്റേതാണെന്നുള്ള ചിന്തയാണ് അയാൾക്ക്. അങ്ങനെ റോഹൻ കനിയെ ബ്രേക്കപ്പ് ചെയ്യുന്നു. ഈ സങ്കടം താങ്ങാനാവാതെ അവൾ ആത്മഹത്യ ചെയ്യുന്നു. റോഹൻ കനിയുടെ ആത്മഹത്യ അറിയുന്നു. അവളുടെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് അവളെ കണ്ടെത്തിയത്. അവൻ വളരെ കുറ്റബോധത്താൽ കനിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ കനിയുടെ മാതാപിതാക്കളെയും കനിയുടെ സഹോദരൻ കിരണിനെയും കാണുന്നു. കൂടാതെ റോഹൻ അവിടെ മധു എന്നു പേരുള്ള ഒരു ബ്രാഹ്മണനെ പരിചയപ്പെടുന്നു. വളരെ ആത്മവിശ്വാസമുള്ള കുറച്ച് മന്ത്രവാദങ്ങളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തി. റോഹൻ അവിടെ കനിയുടെ റൂമിൽ ചെന്ന് നോക്കുന്നു. അവിടെ കനിയുടെ ഒരു മുടിക്ലിപ്പ് അവൻ കാണുന്നു. അതവൻ അറിയാതെ അവന്റെ പോക്കറ്റിലിടുന്നു. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയ റോഹന് ചില അസ്വാഭാവിക സംഭവങ്ങളെല്ലാം അനുഭവപ്പെടാൻ തുടങ്ങി. കനിയുടെ ആത്മാവാണെങ്കിൽ റോഹനെ പിന്തുടർന്നുണ്ടായിരുന്നു. ആദ്യം അവന്റെ മുടിയിൽ ആരോ തഴുകുന്നത് പോലെ അവന് തോന്നുന്നു. പിന്നെ രാത്രിയിലാണെങ്കിൽ ചിലങ്കയുടെ ശബ്ദം മുറിയിൽ ഉടനീളം മുഴങ്ങാൻ തുടങ്ങി. കണ്ണാടിയിൽ കനിയുടെ പ്രതിബിംബം ചിലപ്പോഴായി പ്രത്യക്ഷപ്പെടുന്നു. അതുപോലെ ഉറക്കത്തിൽ ആരോ വന്ന് അവന് ശ്വാസം മുട്ടിക്കുന്നു. എന്നവൻ പിറ്റേന്ന് മധുവിനെ കാണാൻ ചെല്ലുന്നു. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അയാളോട് പറയുന്നു. മധു അവനെ സമാധാനിപ്പിച്ച ശേഷം 16 ദിവസം കഴിയും വരെ കാത്തിരിക്കാൻ പറയുന്നു. കാരണം 16 കഴിഞ്ഞാലാണ് ആത്മാവ് ഭൂമി വിട്ടു പോവുക. അതുകൊണ്ട് ആ ദിവസം കഴിയുന്നത് വരെ കാത്തിരിക്കാൻ മധു പറയുന്നു. റോഹൻ കനിയുടെ സഹോദരൻ കിരണിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അന്ന് രാത്രി ഭയാനകരമായ ഒരു സംഭവം നടക്കുന്നു. പ്രേതം കിരണിനെയും ആക്രമിക്കുന്നു. കിരണിനെ ബാൽക്കണിയിൽ നിന്നും പ്രേതം താഴേക്കിടുന്നു. അതോടെ അവന് ഗുരുതരമായി പരിക്കേൽക്കുന്നു. റോഹനും ആ ഒരു സംഭവത്തിൽ പരിക്കേൽക്കുന്നുണ്ട്. ശേഷം ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയ റോഹന് അറിയാൻ സാധിച്ചത് അവരെ ഉപദ്രവിച്ച ആത്മാവ് കനിയുടേതല്ല, മറിച്ച് അതൊരു മറ്റൊരാളുടെ ആത്മാവാണ്. അത് ഉയരമുള്ളതും മെലിഞ്ഞതുമായ ഒരു പുരുഷന്റേതാണെന്ന് റോഹൻ അറിയുന്നു. റോഹനും മധുവും കനിയുടെ ജീവിതം അന്വേഷിച്ചു പോകുന്നു. അവളുടെ പഴയ നൃത്ത ക്ലാസ്സിന് അടുത്തായി അവർ ഫിലിപ്പ് എന്നു പേരുള്ള ഒരു കോഫി ഷോപ്പ് ജീവനക്കാരനെ പറ്റി അറിയുന്നു. അവൻ കനി അറിയാതെ അവളെ ഭ്രാന്തമായി സ്നേഹിച്ചിരുന്നു. അതിനുശേഷം ഒരു പുരോഹിതൻ വഴിയാണ് അവർ കാര്യം മനസ്സിലാക്കുന്നത്. ഫിലിപ്പ് കനിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന വേലക്കാരിയായ എൽസമ്മയുടെ മകനാണെന്നുള്ള കാര്യം. അതിനുശേഷം റോഹനും മധുവും എൽസമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെത്തി അവന്റെ മുറിയിൽ നോക്കുമ്പോൾ ഒരു അഴുകിയ ശവശരീരം അവർ കാണുന്നു. അത് ഫിലിപ്പിന്റെ തന്നെ ബോഡിയായിരുന്നു. എന്നാൽ ഫിലിപ്പിന്റെ കാലിൽ ചിലങ്ക ധരിച്ചിരുന്നു. എൽസമ്മ അവരെ പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് സത്യം പറയേണ്ടി വരുന്നു. ഫിലിപ്പ് ശ്വാസകോശ ക്യാൻസർ കാരണം മരിക്കുകയായിരുന്നു. അവൻ മരിച്ച ശേഷമാണ് അവന്റെ മുറിയിൽ നിന്നും ഒരു ചിലങ്ക കിട്ടിയത്. അത് അവന് ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അത് അവന്റെ കാലിൽ കെട്ടിക്കൊടുത്തത്. ചിലങ്കയിലൂടെ ഫിലിപ്പിന്റെ ആത്മാവ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. അവർ ആത്മാവിനെ മോചിപ്പിക്കാൻ ഒരു മന്ത്രവാദം നടത്തുന്നു. ഫിലിപ്പിന്റെ കാലിൽ നിന്നും ആ ചിലങ്ക മാറ്റാൻ വേണ്ടി ഫിലിപ്പിന്റെ കാൽ അവർ മുറിച്ചു മാറ്റുന്നു. ശേഷം ഫിലിപ്പിന്റെ ബോഡിയാണെങ്കിൽ അവർ ആ റൂമിൽ തന്നെ വെച്ച് കത്തിച്ചു കളയുന്നു. അതോടെ അവരുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷമാകെ മാറുന്നു. റോഹൻ ഭയത്തിൽ നിന്നും സമാധാനത്തോടെ ശ്വാസമെടുക്കുന്നു. ഇത്രയും നാൾ അവനെ ഉപദ്രവിച്ചിരുന്നത് ഫിലിപ്പിന്റെ ആത്മാവായിരുന്നു. അവൻ കാരണമാണ് കനി ആത്മഹത്യ ചെയ്തെന്ന് അറിഞ്ഞ് ഫിലിപ്പ് പ്രതികാരം ചെയ്തതായിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം റോഹൻ മധുവിനോട് വിട പറഞ്ഞ് യുഎസിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ്. അതിനിടെ മധുവിനെ ജോർജ് എന്ന വ്യക്തി കാണുന്നു. ഒരു പഴയ വീട്ടിൽ താമസിക്കുന്ന ഒരു സ്ത്രീയും മകനും മരിച്ചത് കാരണം ആ വീട്ടിൽ ദുരൂഹമായ സംഭവങ്ങളെല്ലാം നടക്കുന്നു. അതുകൊണ്ട് ആ വീട് അവർക്ക് വാടക കൊടുക്കാൻ പറ്റാതെ വരുന്നു. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വേണ്ടി മധുവിനോട് പറയാനായിരുന്നു അയാൾ വന്നത്. പിന്നെ ഡ്രസ് എല്ലാം പാക്ക് ചെയ്യുന്ന റോഹനെയാണ് കാണിക്കുന്നത്. ഒന്നും അവസാനിക്കാത്തതുപോലെ ചിലങ്കയുടെ ശബ്ദം വീണ്ടും കേൾക്കുന്നു. അവന്റെ ബെഡിൽ കനിയുടെ ആ ചുവന്ന ക്ലിപ്പ് അവൻ ശ്രദ്ധിക്കുന്നു. അതിന്റെ തൊട്ടടുത്തായി ആരോ ബെഡിലിരിക്കുന്നത് പോലെ ബെഡ് കുഴിഞ്ഞിരിക്കുന്നു. ഭയന്ന് വിറച്ചവൻ ഒരു പുതപ്പെടുത്ത് ആ ഭാഗത്തേക്ക് വീശിയെറിഞ്ഞതും ഒരാൾ ശരിക്കും ബെഡിൽ ഇരിക്കുന്നത് പോലെ അവൻ കാണുന്നു. അവൻ പതിയെ പുതപ്പ് മാറ്റുന്നിടത്ത് വെച്ച് ഭയപ്പെടുത്തിക്കൊണ്ടും പാർട്ട് 2 ഉണ്ടാകുമെന്ന് കാണിച്ചുകൊണ്ടും മൂവി അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.